നമ്മൾ കരഞ്ഞിട്ട് ഉപ്പ തല്ലുമ്പോൾ, ഉപ്പ ശിക്ഷിക്കാൻ മാത്രമുള്ള കുറ്റം ചെയ്യുമ്പോൾ ഉമ്മാന്റെ കോന്തല പിടിച്ച് ചുരുണ്ടുകൂടിയത് ഓർമ്മയില്ലേ? അപ്പൊ ഉപ്പാന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചിട്ട് സ്നേഹം വാങ്ങിത്തന്നത് ഉമ്മയല്ലേ? അതുപോലെ നമ്മുടെ ഉമ്മയാണ് ബഖീഇൽ കിടക്കുന്ന ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ. അല്ലാഹു ഉമ്മമാരുടെ സ്നേഹ ബഹുമാനങ്ങളും വാത്സല്യങ്ങളും ലഭിക്കുന്ന അനുയായികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയും പറയാതെ പ്രസംഗം പ്രസംഗമാവുകയില്ല, വഅള് വഅളാവുകയില്ല. ഹബീബിനെ ഒന്ന് പറയാതെ വേദി വേദിയാവുകയില്ല. വഅലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വഅലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ഈ വേദിയിലുണ്ട്. അതാ ഇനി ഇവിടെ നേതൃത്വം കൊടുക്കാനുള്ള ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളവറുകളും എത്തിയിട്ടുണ്ട്. അവരുടെ തണലാണ് നമുക്കുള്ള തണൽ, ഔലിയാക്കളുടെ തണലാണ് നമുക്കുള്ള തണൽ, അഹ്ലു ബൈത്തിന്റെ തണലാണ് നമുക്കുള്ള തണൽ. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഒരു കിതാബ് എഴുതിയിട്ടില്ലേ അഹ്ലു ബൈത്തിനെ കുറിച്ച്? എത്ര വലിയ പദവിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. റഷ്ഫത്തു സ്വാദി ഫീ ബഹരി ഫളാഇൽ ബനി നബിയിൽ ഹാദി എന്നൊരു ഗ്രന്ഥമില്ലേ? എത്ര ഉയർന്ന പദവിയാണ് അഹ്ലു ബൈത്തിന് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഹ്ലു ബൈത്തിന്റെ മഹത്വം പറയുന്ന കിതാബുകൾ ഇമാമുകൾ ഒട്ടനവധി എഴുതിയിട്ടുണ്ട്. സാധുവായ ഞാൻ ആ കിതാബുകളുടെയൊക്കെ ചെറിയ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ മഹത്വം പറഞ്ഞ സീഡികൾ വിപണിയിലുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയില്ല. നമ്മുടെ എല്ലാം മടങ്ങുന്നത് മദീനയിലേക്കാണ്. കണ്ടില്ലേ, ഒരു സംഘം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഇടയിൽ വെച്ച് കപ്പലങ്ങ് ആടി ഉലഞ്ഞുപോയി, മുങ്ങാൻ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ ആ കപ്പലിൽ നിന്നിറങ്ങിയിട്ട് കടലിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്നു. ഒരാൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് കടലിന്റെ മേലെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവര് നോക്കിയപ്പോ അവര് ആടിയുലയുന്ന കപ്പലിലാണ്, മുങ്ങിപ്പോകാൻ പോവുകയാണ്. ഒരാള് മാത്രം അതാ ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചു നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയപ്പോൾ അവര് പറഞ്ഞു, യാ വലിയല്ലാഹ്, അല്ലാഹുവിന്റെ വലിയവറുകളെ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഫലം യൽതഫിത് ഇലൈനാ, ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബിഹഖ്ഖി മൻ ഖവ്വാക ലിഇബാദതിക, നിങ്ങൾക്ക് ഈ ഇബാദത്തിന് കഴിവ് തന്ന അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. വഹുവ ഗായിബുൻ അന്നാ, ആ നിസ്കരിക്കുന്നയാള് പറഞ്ഞു, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അവനെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എങ്ങനെയെങ്കിലും. ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം. ഉടനെ കപ്പലിൽ മുങ്ങാൻ പോകുന്ന ആളുകൾ ചോദിച്ചു, ബിമന തഖറബു ഇലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത്? ഉടനെ മനുഷ്യൻ പറയുകയാണ്, ബിതർക്കി ദുനിയാ, ദുനിയാവിനോടുള്ള പ്രണയം ഒഴിവാക്കണം, ഭൗതികതയോടുള്ള പ്രേമം ഒഴിവാക്കണം. പെങ്ങളെ, നല്ല വസ്ത്രം ധരിച്ച് തെരുവിലിറങ്ങി ആടാനല്ല, ടൈറ്റ് പർദ്ദ ധരിച്ചിട്ട് അന്യപുരുഷന്റെ മുമ്പിൽ നെകളിക്കാനല്ല, തലമറയ്ക്കാൻ പറ്റാത്ത തുണ്ടം തുണിയിട്ടിട്ട് നിന്റെ പർദ്ദയുടെ മേലെ 10 പവന്റെ മാലയും തുറന്ന് ജനങ്ങളെ കാണിച്ച് നടന്ന് അന്യപുരുഷന്റെ മുമ്പിൽ ആടാനല്ല,
ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ ഔറത്ത് തുറന്നിട്ടിട്ട് വരാനല്ല, അന്യപുരുഷന്മാരോട് ഇടകലരാനല്ല, നിങ്ങൾ ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് മാറി ഖൽബ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കണേ. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൽബിൽ നിന്ന് ദുനിയാവിന്റെ വിചാരം മാറ്റി, ഞങ്ങൾക്കതൊന്നും വേണ്ട. ഉടനെ ആ മുസല്ല വിരിച്ചു നിസ്കരിക്കുന്ന മഹാൻ പറയുകയാണ്, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാം ഇറങ്ങി വന്നോ. ഞങ്ങളെല്ലാം ഇറങ്ങി. തുഫ്നാ ഹൗലഹു, ഞങ്ങൾ ചുറ്റും വട്ടം തീർത്തവിടെ നിന്നു. ഞങ്ങൾ 200 ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, അല്ല, അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്? അല്ലാഹനെ മുൻനിർത്തിയിട്ട് ചോദിച്ചപ്പോ ാതിരിക്കാൻ വയ്യ. മഹാനവറുകൾ പറഞ്ഞു, അന ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി, ഞാൻ ഉവൈസ് ബിൻ ആമിറാണ്, ഞാൻ ഉവൈസ് ബിൻ ആമിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഹബീബിന് കൽബ് മുഴുവനും പണയം വെച്ചിട്ട് ജീവിതം അതാണെന്ന് മനസ്സിലാക്കി ഈത്തപ്പനയുടെ കുരുതിന്നുകൊണ്ട് നിസ്കരിച്ച മഹാൻ, ഒരു രാത്രിയായാൽ ഇന്ന് റുകൂഇന്റെ രാത്രി, ഒരു രാത്രിയായാൽ ഇന്ന് സുജൂദിന്റെ രാത്രി, അടുത്ത രാത്രിയായാൽ ഇത് ഇഅ്തിദാലിന്റെ രാത്രി, അങ്ങനെ രാത്രി മുഴുവനും ആരാധനയിൽ നിന്ന മഹാനാണ് ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി. ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് ദറജ നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. റഫീഖി മിനത് താബിഈൻ ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി, താബിഈങ്ങളിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരൻ ഉവൈസാണ്. ആ ഉവൈസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് പറഞ്ഞു, ഓ, ഞങ്ങൾക്കിതിൽ വിഷമമൊന്നുമില്ല, കപ്പല് മുങ്ങിപ്പോയി, പരാതിയില്ല, നിങ്ങളുടെ ദുആ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, സന്തുഷ്ടരാണ്. പക്ഷേ ആ കപ്പലിൽ ഈജിപ്തിൽ നിന്നുകൊണ്ട് ഒരാൾ മദീനയിലെ ഫുഖറാക്കൾക്ക് തന്ന ഭക്ഷണമുണ്ട്, അത് മുങ്ങിപ്പോയല്ലോ. മദീനയിലെ ഫുഖറാക്കൾക്കുള്ള ഭക്ഷണമാണോ? മദീനയിലെ ഫുഖറാക്കൾക്കുള്ള ഭക്ഷണമാണോ? അത് മുങ്ങിപ്പോയി കൂടാ. കാരണം മദീന ഖൽബിന്റെ ഉള്ളിൽ വികാരമുണർത്തുന്ന വാചകമാണ് മദീന. സുബ്ഹ് തൈബ മേ ഹുയി ബഡ്താ ഹൈ ബാളാ നൂർ കാ. മദീന എന്ന് പറയുമ്പോ തന്നെ മുഹിബിന്റെ കൽബ് വികാരഭരിതമാണ്. മദീനയിൽ നിന്ന് വന്നവന് മഹത്വമുണ്ട്, മദീനയിൽ നിന്ന് വരുന്നവർക്ക് ബഹുമാനമുണ്ട്. ഇന്ന് ചില ആളുകൾ എന്നിട്ടല്ലേ ഹബീബിന്റെ മുടിക്ക് ബഹുമാനമുണ്ടോ എന്ന് ഗവേഷണം നടത്തുന്നു. മറിക്കട്ടെ, അവർ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ, ആധുനിക ചരിത്രകാരനായ ആയിദുൽ ഖറനിയുടെ ഗ്രന്ഥത്തിൽ പോലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഹബീബിന്റെ മുടിയുടെ ബഹുമാനത്തിന് ഞാൻ ഇവിടെ തെളിവ് പറയേണ്ടതില്ല. അതേ സമയത്തോ ഹബീബ് തൊട്ട മുടിക്ക് സ്വഹാബത്ത് ബഹുമാനം കൽപ്പിച്ചു. അതാരുടെ മുടിയാണ്? അബൂ മഹ്ദൂറ എന്ന സ്വഹാബിയുടെ മുടിയാണ്. അബൂ മഹ്ദൂറ എന്ന സ്വഹാബി ജീവിതകാലത്ത് നീണ്ട മുടിയും കൊണ്ട് നടക്കുകയാണ്. ഓ അബൂ മഹ്ദൂറ, എന്താ ഇവിടൊന്നും ബാർബർ ഷോപ്പില്ലേ? അബൂ മഹ്ദൂറ, ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ? അബൂ മഹ്ദൂറ,
ഇല്ല, ഈ മുടി വെട്ടാൻ പറ്റൂല. എന്തേ ഈ മുടി വെട്ടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട മുടിയാണിത്. എവിടുന്ന് തൊട്ട മുടിയാണ്? ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ഞാൻ വഴിയിൽ ഒരു കച്ചവട സംഘത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചു. ഞങ്ങളുടെ സംഘവും ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചു. നബി തങ്ങളുടെ ടീമിൽ നിന്ന് വാങ്ക് കൊടുത്തു. ആ സമയത്ത് ഞങ്ങൾ ബഹളമുണ്ടാക്കി. വാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ഞങ്ങളുടെ സംഘത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ വാങ്ക് കൊടുത്തപ്പോൾ നിങ്ങളിൽ ആരാടോ ബഹളമുണ്ടാക്കിയത്? എല്ലാരും പറഞ്ഞു ഞാനാണ് ബഹളമുണ്ടാക്കിയതെന്ന്. എന്നെ നബി തങ്ങൾ ഇങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു വാങ്ക് കൊടുക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് വാങ്ക് കൊടുക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇങ്ങനെയാടാ വാങ്ക് കൊടുക്കേണ്ടത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ ഞാൻ വാങ്ക് കൊടുത്തു. വാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ എന്റെ മൂർധാവിൽ ഒന്ന് തടകി. എന്നിട്ട് എന്റെ ശരീരത്തിൽ ഒന്ന് അനുഗ്രഹത്തിന്റെ സ്പർശം പൊക്കിൽ വരെ ഹബീബ് ഒന്ന് തടകി. അബൂ മഹ്ദൂറ പറയുകയാണ്, തടകുന്നതിന് മുമ്പ് അബ്ഗദുൽ ഖൽഖി ഇലല്ലാഹ്, അബ്ഗദുൽ ഖൽഖി ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആ തലോടലങ്ങ് കഴിഞ്ഞപ്പോൾ ഹബ്ബുൽ ഖൽഖി ഇലയ്യ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏറ്റവും പ്രിയമുള്ള നേതാവായി നബി തങ്ങൾ മാറി. ആ ഒറ്റ തടവ് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായി. ആ തടകിയ മുടി ഞാൻ വെട്ടിയിട്ടില്ല, അത് നീണ്ടു വളർന്നുപോയി. അതേ മുടിയോടെയാണ് ഖബറടക്കിയതെന്ന് സലഫി പണ്ഡിതനായ ആയിദുൽ ഖർനി അദ്ദേഹത്തിന്റെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്നക തറാഹു എന്ന കിതാബിന്റെ 65-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം മാത്രമല്ല സ്വഹാബത്തിന്റെ മുടിയും നബി തങ്ങൾ തൊട്ടെന്ന കാരണത്താൽ പവിത്രത കൽപ്പിച്ചവരാണ് സ്വഹാബികൾ. ഇവിടെ ഞാൻ അതിന് കൂടുതൽ തെളിവ് പറയേണ്ട വേദിയല്ല. മഹാന്മാരായ ഉസ്താദുമാര് വേണ്ടുവോളം അത് വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടതിന് മുഴുവനും ബഹുമാനമാണ്. മദീനയിലെ മണ്ണിന് ബഹുമാനമുണ്ട്, വിണ്ണിന് ബഹുമാനമുണ്ട്, എല്ലാത്തിനും ബഹുമാനമുണ്ട്. മദീനയിലെ മണ്ണിനെ ഒരുത്തൻ കളിയാക്കിയാൽ അടിച്ച് ജയിലിലടക്കണമെന്ന് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. മദീനയിലെ മണ്ണ് ചെളിയാണ്, പോക്കാണെന്ന് പറഞ്ഞാൽ തന്നെ അവനെ ശിക്ഷ നടപ്പിലാക്കണമെന്നല്ലേ മദ്ഹബിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തിയത്. പിന്നെയുണ്ടോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോ അവിടുത്തെയുടെ തിരുശേഷിപ്പുകളോ കളിയാക്കിയാൽ ഈമാനുള്ളവരെ ആധാർ കൊണ്ട് ബറക്കത്തെടുത്തോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവനും ബഹുമാനമുണ്ട്. ഒരു ഇമാമിന്റെ പേര് കേട്ടില്ലേ? ആ ഇമാമിന്റെ പേരെന്താ? ഷഅബാൻ ബിൻ മുഹമ്മദ് അൽ ആഥാരി എന്നാണ് പേര്, മഹാനവറുകളുടെ പേര്. കാരണം എന്താ? വഇന്നനി ഖാദിമുൽ ആഥാരി ലീനസബു അർജൂ ബിഹി റഹ്മതൽ മഖ്ദൂമിൽ ഖദമി. ആ വിഷയം പറയാൻ തന്നെ കിതാബുണ്ട്. ഞാൻ ആധാറുകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ വേറെ വേദികളിൽ വിശദീകരിക്കും. ഇവിടെ അത് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച വേദിയല്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. അപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മദീനത്തെ ഫുഖറാക്കൾക്കുള്ള സാധനം ഇതിൽ ഉണ്ട്. ഉടനെ ഉവൈസ് തങ്ങൾ ദഅ ബിദുആഇൻ ഖഫിയ്യിൻ, വളരെ രഹസ്യമായ ഒന്ന് ദുആ ചെയ്തപ്പോൾ കപ്പൽ അതിലുള്ള മുഴുവൻ സാധനങ്ങളോടെയും ഉയർന്നു മേലോട്ട് വന്നു. ഫറക്കിബ്ന, ഞങ്ങൾ ആ കപ്പലിൽ കയറി നോക്കിയപ്പോൾ ഉവൈസ് തങ്ങളെ പിന്നെ കാണാനില്ല. കാരണം വളരെ രഹസ്യമായി ജീവിച്ചവരാണ്. വഫാത്തായി ഖബറടക്കിയിട്ട് കുറച്ചങ്ങോട്ട് പോയി തിരിഞ്ഞു വന്നപ്പോഴേക്ക് ഖബർ പോലും കാണാനില്ല. അത്രയും രഹസ്യമായിട്ടാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അല്ലാഹു ജല്ല ജലാലുഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാൻ
ഈമാനും മഹബ്ബത്തും അതുപോലെ തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ, അതുപോലെ തന്നെ സഹോദരിമാർ, പെൺമക്കൾ എല്ലാവരെയും അല്ലാഹു സ്വാലിഹാത്തുകളിൽ പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ബാക്കി അധ്യായങ്ങൾ നമുക്ക് നാളെ പറയാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.